ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പറഞ്ഞു കൊടുക്ക് നബിയേ, എന്റെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക്. അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും, അവര് കള്ളു കുടിച്ചവരാണോ, അവര് വ്യഭിചരിച്ചവരാണോ, അവര് പലിശ തിന്നവരാണോ, അവര് ഹറാമ് ചെയ്തവരാണോ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാൻ പറ നബിയേ. ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹു പറയുകയാണ്, പടച്ചവനോട് ഏറ്റു പറയാനാ പടച്ച റബ്ബ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുകയാണ്, ശഅബാൻ തീരുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യ്. ഇന്നീ സദസ്സിലിരുന്ന് തൗബ ചെയ്യ്, ഇന്നീ സദസ്സിലിരുന്ന് തൗബ ചെയ്യ്. എങ്ങനെ ചെയ്യണമെന്നറിയുമോ? നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് കരയണമെന്ന് പറയുന്നില്ല, ചെയ്തത് മുഴുവനും വിളിച്ചു പറയണമെന്ന് പറയുന്നില്ല. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? എങ്ങനെ പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കുമല്ലോ. എന്റെ പെങ്ങളെ, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ കാലഘട്ടത്തില് അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ കാലഘട്ടത്തില് വല്ലാത്ത വരൾച്ചയാണ്, മനുഷ്യന് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല. വല്ലാത്ത വരൾച്ചയായപ്പോ ബനൂ ഇസ്രായേൽ വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, കുടിക്കാൻ വെള്ളമില്ല. അതാ മൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. ഒരു ദിവസം എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാ. മൂസാ നബി പറയുകയാ, അങ്ങനെ പടച്ചവനെ, ജനങ്ങൾ മുഴുവനും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ദിവസമുണ്ടല്ലോ, ഒരു സദസ്സിലെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹുവേ, പ്രായമുള്ളവരുണ്ട്, പാല് കുടിക്കുന്ന കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. 70,000 വരുന്ന ജനങ്ങൾ ഇതുപോലെ ഒരുമിച്ച് കൂടുകയാ. 70,000 പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? 70,000-ഓളം വരുന്ന ജനങ്ങള് എല്ലാവരും ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഇരു കരങ്ങളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടെന്ന് പറയുന്നു, അല്ലാ, മഴയില്ലാതെ വെള്ളമില്ലാതെ എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണല്ലോ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. 70,000-ഓളം വരുന്ന ജനങ്ങളെ സാക്ഷിയാക്കിയിട്ട് അല്ലാഹുവേ, മൂസാ നബി അവിടെന്ന് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് വിളിച്ചു പറയുന്നു, മൂസ നബിയേ. അവിടെന്ന് മൂസാ നബി ദുആ ചെയ്തപ്പോ അവിടെന്ന് മഴയുടെ ഒരടയാളവും കാണുന്നില്ല. ആകാശത്തേക്ക് നോക്കുകയാണ്, മഴയുടെ ഒരടയാളവും കാണുന്നില്ല. മൂസാ നബി രണ്ടാമതും പറയുന്നു, നാഥാ, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. മൂസാ നബി പറയുകയാ, പ്രായമുള്ളവരുണ്ട് പടച്ചവര്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് തമ്പുരാര്, രോഗികളുണ്ട് തമ്പുരാര്, 70,000-ഓളം വരുന്ന ജനങ്ങളുണ്ട് പടച്ചവര്. നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. മൂസാ നബി രണ്ടാമതും ദുആ ചെയ്യുകയാ. ആകാശത്തേക്ക് നോക്കുമ്പോൾ മഴ പെയ്യുന്നതിന്റെ അടയാളം കാണുന്നില്ല. മൂസാ നബി മൂന്നാമതായിട്ട് പറയുകയാ, അല്ലാ, അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാ. മുത്തുനബിയുടെ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നു, മൂസ നബിയേ, മഴ പെയ്യില്ല നബിയേ,
ദുആ സ്വീകരിക്കില്ല നബിയേ. മൂസാ നബി ചോദിക്കുന്നു, ജിബ്രീലേ, എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് മഴ തരാത്തത്? എന്തുകൊണ്ടാണ് ദുആ സ്വീകരിക്കാത്തത്? ആ സമയത്ത് പറയുന്നു, നബിയേ, 70,000 ജനങ്ങൾക്ക് ഇടയില് ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട് നബിയേ. 70,000 ജനങ്ങളുടെ നടുവില് ഒരു മനുഷ്യനിരിപ്പുണ്ട്, ഒരു മനുഷ്യനിരിപ്പുണ്ട്. അവനാരെന്നറിയുമോ? 40 കൊല്ലമായി നന്ദി കാണിക്കാതെ നടക്കുന്നവനാ, അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്നവനാ. 40 കൊല്ലമായി നന്ദി കെട്ടവനെ പോലെ ജീവിക്കുന്നവനാ. അവൻ എഴുന്നേറ്റ് പോകാതെ, അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, മൂസാ നബി അലൈഹിസ്സലാം തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇവിടെ ഒരാളിരിപ്പുണ്ട്, നമ്മുടെ കൂട്ടത്തിലൊരു മനുഷ്യൻ ഇരിപ്പുണ്ട്. 40 വർഷക്കാലമായി പടച്ചവനെ മറന്നുകൊണ്ട് വികാരിയെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ അഹങ്കരിച്ച് മതിമറന്ന് നടക്കുന്ന ഒരു വൃത്തികെട്ടവനുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല എന്ന് മൂസാ നബി അവിടെന്ന് പറയുമ്പോ ജനങ്ങളെ നോക്കുകയാ, ആരാ അല്ലാഹ്, ആരാ അല്ലാഹ്? 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനാരാ? എല്ലാവരും പരസ്പരം നോക്കുകയാണ്. ഒരാള് പോലും എഴുന്നേക്കുന്നില്ല, ഒരാള് പോലും എഴുന്നേക്കുന്നില്ല. ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുമ്പോ 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുകയാ, ഇത് എന്നെ കുറിച്ചാണല്ലോ, ഇത് എന്നെ കുറിച്ചാണല്ലോ. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നാട്ടുകാരറിയുമല്ലോ, എല്ലാവരും എന്നെ തിരിച്ചറിയുമല്ലോ. ആ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ പെങ്ങളെ? ആ മനുഷ്യനവിടന്ന് തലയങ്ങ് താഴ്ത്തുകയാ. ആ മനുഷ്യൻ തന്റെ തലയങ്ങ് താഴ്ത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, അല്ലാ, ഇന്നുവരെ ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ, എനിക്കറിയാമല്ല. ഇന്നുവരെ ചെയ്തത് മുഴുവനും ധിക്കാരമാണ്. പടച്ചവനെ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, ഇനി ഒരിക്കലും ഞാൻ അതുപോലെ നടക്കില്ല. ഇനി മുതൽ നീ പറയുന്നത് പോലെ ജീവിക്കാൻ തമ്പുരാന് നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അവിടുന്ന് തൗബ ചെയ്യുകയാണ്. ഒരാള് പോലും അറിയുന്നില്ല, അടുത്തിരിക്കുന്നവര് കേൾക്കുന്നില്ല. ഈ മനുഷ്യൻ അവിടുന്ന് തലതാട്ടി പിടിച്ചിട്ട് പടച്ചവരോട് പറയുകയാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. എന്റെ ദുആ സ്വീകരിച്ചാൽ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴയിപ്പം തരണേ അല്ലാ. 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവന് തൗബ ചെയ്തിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ റബ്ബേ. ആ മനുഷ്യനവിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. മഴത്തുള്ളികൾ പെയ്യാൻ തുടങ്ങി. ജനങ്ങൾ സന്തോഷം കാരണം ഓടുകയാണ്. മഴ വന്നല്ലോ, മഴ വന്നല്ലോ. ജനങ്ങൾ മുഴുവനും സന്തോഷത്തിൽ തുള്ളിച്ചാടുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, നാഥാ, ഒരാളും ഇവിടുന്ന് എഴുന്നേറ്റ് പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്, പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? ആ സമയത്ത് പറയുന്നു, നബിയേ, മടാ എന്തൊരു വേദനയാണെന്നറിയുവോ? ഖുർആനല്ലേ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്.
മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് പടച്ച റബ്ബാടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. റൂഹ് പിടിച്ചിട്ടുണ്ട്, കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ റസൂലുള്ളയല്ലേ വിളിച്ചു പറഞ്ഞത്, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് മുത്തുനബി പോലും പറഞ്ഞു തന്നെങ്കില് എന്റെ പ്രിയപ്പെട്ടവര്, ഈ ശഅബാൻ എന്ന് പറയുന്ന മാസത്തെ സ്നേഹിച്ചാൽ, ഈ മാസത്തെ ആദരിച്ചാൽ, ഈ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്താൽ അല്ലാഹു നിന്റെ മരണവേദന എളുപ്പമാക്കുകയാ, അല്ലാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാ, അല്ലാഹു നിന്റെ മരണം എളുപ്പമാക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയുത്തിമ, ഇന്ന് ആദിരാത്രിയാണ് ഫാത്തിമ, മണിയറക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറക്കകത്തിരുന്നു കൊണ്ട് അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി പറഞ്ഞത്, അലിയേ ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ, മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലപ്പഴല്ല, സിറാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, പിന്നെ ഉസ്മാൻ തങ്ങളുടെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുന്ന രീതിയില് ഏറ്റവും കൂടുതൽ കരഞ്ഞതെപ്പോഴെന്നറിയുമോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാളയല്ലേ. അല്ലാഹു നിനക്ക് വരുന്ന മൂന്നാമത്തെ പ്രതിഫലം ഖബറിന്റെ അദാബിലെ രക്ഷയാ. മുൻകർ നകീർ എന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, ഖബറിൽ വന്ന് ചോദിക്കുമല്ലോ, മൻ റബ്ബുക, മൻ ദീനുക, മൻ ഇമാമുക. ഖബറിന്റെ അകത്ത് ചോദ്യമുണ്ടല്ലോ, എത്ര പഠിച്ചു വെച്ചാലും മറക്കുമല്ലോ, എത്ര ഓർത്തു വെച്ചാലും മറന്നു പോകുമല്ലോ. അതിനുത്തരം പറയണോ? അല്ലാഹ് കരുണ ചെയ്തവർക്ക് കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ ആ മുൻകറും നകീറും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇനിയുള്ള ദിവസം നീ ആദരിക്കേ, ഇനിയുള്ള ദിവസങ്ങൾ നീ നന്മ ചെയ്യേ, അല്ലാഹു നിനക്കതിനുള്ള ഭാഗ്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ പെങ്ങളെ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നഗ്നരായിട്ടാണ് കടന്നു വരുന്നത്, ഔറത്ത് മറയ്ക്കാതെയാണ് കടന്നു വരുന്നത്. ആണിനും പെണ്ണിനും ഉടുതുണിയില്ലല്ലോ, നൂൽബന്ധമില്ലല്ലോ. എല്ലാവരും നാളെ ഉടുതുണിയില്ലാതെ പരലോകത്ത് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ആണുങ്ങളും പെണ്ണുങ്ങളും ഔറത്ത് കാണില്ലേ നബിയേ? ആരാ അല്ലാഹ്, ആരാ പടച്ചവരേ? റസൂലുള്ള പറയുകയാണ്, അവരൗറത്ത് മറച്ചവരാണ്. അവരുണ്ടല്ലോ, ആദരിച്ചവരുണ്ടല്ലോ, സ്നേഹിച്ചവരുണ്ടല്ലോ. സതുറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. എന്ന് പറയുന്ന മാസത്തിൽ നന്മ ചെയ്തവരാ, ഈ ശഅബാൻ എന്ന് പറയുന്ന മാസത്തിൽ നോമ്പ് പിടിച്ചവരാ, അവര് നാളെ സത്തറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ, ഔറത്ത് മറച്ചവരായി നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറുപ്പക്കാരാ ഇനിയുമുണ്ടടാം ദിവസം, ഇനിയും 3 ദിവസമുണ്ട്, ഞായറും തിങ്കളും. മോനെ ചിലപ്പോൾ ചൊവ്വാഴ്ച, എന്തായാലും നിൻ്റെ മുന്നിലുണ്ട്. ഈ പറയുന്ന 48 മണിക്കൂർ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അല്ലാഹുവേ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞാൽ നാളെ നീ മെസ്സിയുടെ കൂട്ടുകാരനല്ല, മമ്മൂട്ടിയുടെ കൂട്ടുകാരനല്ല, ഏതെങ്കിലും ക്രിക്കറ്റ് താരത്തിൻ്റെ കൂട്ടുകാരനല്ല. നാളെ സ്വർഗത്തിൽ നീ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂട്ടുകാരനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പരിശുദ്ധമായ ശഅബാ മാസത്തെ ആദരിക്കുന്ന മനുഷ്യൻ, ഈ പുണ്യമായ മാസത്തെ ബഹുമാനിക്കുന്ന മനുഷ്യൻ, ഈ മാസത്തിൽ നന്മ ചെയ്യുന്നവൻ നാളെ സ്വർഗത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കൂട്ടുകാരനാ. മഹാനായ മുത്തുനബി പറയുന്നു, നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുമോ? ഈ ശഅബാൻ എന്ന് പറയുന്ന എല്ലുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ, തൻ്റെ മാംസങ്ങൾ പൊഴിഞ്ഞു വീഴുന്ന രീതിയിൽ, രോഗം പിടിച്ച് നടക്കാനും ഇരിക്കാനും കിടക്കാനും കഴിയാതെ തൻ്റെ റഹ്മത്തു ബീബി എന്ന് പറയുന്ന ഭാര്യ കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ അയ്യൂബ് നബിയെ 18 കൊല്ലം കൊണ്ടു നടന്നു. ആ 18 വർഷം ഇതുപോലെ രോഗം പിടിച്ച് കിടന്നിട്ട് ഒരിക്കൽ പോലും അള്ളാഹുവിനോട് എൻ്റെ രോഗം ശിഫയാക്കി തരണേ എന്ന് ദുആ ചെയ്യാത്ത നബി. 18 കൊല്ലം ഇതുപോലെ എങ്ങനെ നടക്കാൻ കഴിയാതെ ഇരിക്കാൻ കഴിയാതെ എല്ലും തോലുമായിട്ട് റഹ്മത്തു ബീബി എന്ന് പറയുന്ന ഭാര്യ അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടന്നു, കുട്ടികളെ ചുമക്കുന്നത് പോലെ. അങ്ങനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് പോലും ആ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തില്ല, എൻ്റെ രോഗം മാറ്റിത്താ എന്ന്. കാരണം ദുആ ചെയ്താൽ സ്വീകരിക്കും എന്നിട്ടും ചോദിച്ചില്ല. ആ അയ്യൂബ് നബിക്ക് കൊടുക്കുന്ന പ്രതിഫലം, ഈ ശഅബാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിക്കുന്നവൻ, ഈ മാസത്തിൽ നോമ്പ് പിടിച്ചവർ, ഈ മാസത്തിൽ ഖുർആൻ ഓതിയവർ, ഈ മാസത്തിൽ നന്മകൾ ചെയ്തവർ, അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, ശഅബാൻ വിട പറയാൻ 48 മണിക്കൂർ. ഇനി വരുന്നത് വിശുദ്ധ റമളാൻ. അള്ളാഹു സ്വീകരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മുടെ പടിവാതിൽ വന്നു നിൽക്കുമ്പോൾ ഈ നിരന്നിരിക്കുന്ന ഓരോ മനുഷ്യനും നോക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകം പറഞ്ഞു, സ്വഹാബത്തിൻ്റെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക്. റമളാൻ പിരിഞ്ഞു പോയാൽ 6 മാസം അവർ കരയും. 6 മാസം അവർ കരയും. എന്തിൻ്റെ പേരിൽ? റമളാൻ തീർന്നു പോയതിൻ്റെ പേരിൽ. റമളാൻ തീർന്നു പോയല്ലോ എന്നോർത്ത് 6 മാസം അവർ കരയും. പിന്നീടുള്ള 6 മാസം അല്ലാഹുവേ റമളാൻ വരെ നീ എന്നെ എത്തിക്കണേ എന്ന ആഗ്രഹത്തിൽ അവർ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റമളാനിൻ്റെ വിലയറിയില്ല, റമളാനിൻ്റെ മഹത്വം എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഓരോ റമളാൻ വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് പിടിച്ച് കളയുന്ന നമുക്ക് റമളാനിൻ്റെ മഹത്വവും ആ റമളാനിൻ്റെ വില നമുക്കറിയില്ല. എങ്കിൽ റമളാനിൻ്റെ വില എന്തെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റമളാൻ എന്ന് പറയുന്ന മാസത്തിന്റെ മഹത്വം അറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി ഒരു സംഭവം പറയുകയാണ്. തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാ. എന്താണ് ചരിത്രമെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 2 സ്വഹാബികൾ കടന്നു വരികയാണ്. 2 പേര് കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഞങ്ങൾക്ക് മുസ്ലിമാകണം നബിയേ, ഞങ്ങൾക്ക് മുസ്ലിമാകണം നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. 2 പേരും മുസ്ലിമായി, 2 പേരും മുസ്ലിമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ പറഞ്ഞു വിടുകയാ. ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടി തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു യുദ്ധം കടന്നു വരികയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് തയ്യാറെടുക്കുകയാണ്. ഈ 2 പേരിൽ ഒരു മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഈ
യുദ്ധത്തിന് പോയാൽ എന്ത് കിട്ടും നബിയേ? യുദ്ധക്കളത്തിൽ പോയി ഷഹീദായാൽ എന്താണ് പ്രതിഫലമെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞുകൊടുത്ത് സ്വർഗം കിട്ടുമെന്ന് പറയുകയാ. അവിടുന്ന് സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോ ആ മുസ്ലിമായ രണ്ടുപേരിൽ ഒരു മനുഷ്യനതാ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടുന്ന് ഷഹീദാവുകയാണ്. പടച്ചവനെ, മാസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞപ്പോ അതാ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ വീടിന്റെ അകത്ത് കട്ടിലിൽ കിടന്ന് മരിക്കുകയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രണ്ടുപേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു, ഒരുമിച്ച് മുസ്ലിമായി. എന്നിട്ട് അതിലെ ഒരാൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധത്തിന് പങ്കെടുത്തു, ഷഹീദായി. രണ്ടാമത്തെ മനുഷ്യൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീടിൻ്റെ അകത്ത് കട്ടിലി കിടന്നു മരിച്ചു, സാധാരണ മരണം. ഒരാൾ ഷഹീദായി, ഒരാൾ ഒരു കൊല്ലം കഴിഞ്ഞു സാധാരണ മരിക്കുന്നത് പോലെ മരണപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കണ്ടു, രണ്ടുപേരും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹ് ആദ്യം സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ഈ കട്ടിലി കിടന്നു മരിച്ചവനെയാ, ഷഹീദിനെയല്ല. രണ്ടുപേരും, ഒന്നാമത്തെ ആള് ഷഹീദായി, രണ്ടാമത്തെ ആള് വീടിൻ്റെ അകത്ത് കട്ടിലി കിടന്നു മരണപ്പെട്ടു. തൽഹ റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുമ്പോൾ അള്ളാഹു സ്വർഗത്തിൽ ആദ്യം പറഞ്ഞു വിട്ടത് ഈ കട്ടിലി കിടന്നു മരിച്ചവനെയാ. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ആദ്യം സ്വർഗത്തിൽ വിടേണ്ടത് ഷഹീദിനെയല്ലേ? അല്ലേ? പരമനുഷ്യന്മാർ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത് ഷഹീദല്ലേ? വെടികൊണ്ടതുപോലെ ഇരിക്കണ് ഇല്ലേ? ഷഹീദിനല്ലേ പ്രതിഫലം കൂടുതൽ? ഷഹീദിനാണോ പ്രതിഫലം കൂടുതൽ? ആണ്. എന്നിട്ട് ഈ സഹാബി ചോദിക്കുകയാ, ആദ്യം പോയത് ആ സാധാരണ കട്ടിലി കടന്നു മരിച്ച മനുഷ്യനല്ലേ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മനുഷ്യൻ ഒരു വർഷം കൂടെ ജീവിച്ചു. വഅദ്റക റമളാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആ മനുഷ്യൻ ഒരു റമളാൻ കിട്ടിയില്ലേ? ചോദിച്ച ചോദ്യം, ആ കട്ടിലി കിടന്നു മരിച്ച മനുഷ്യന് ഒരു റമളാനിൽ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലേ? അതാണ് ആ മനുഷ്യൻ ആദ്യം സ്വർഗത്തിൽ പോകാനുള്ള കാരണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു റമളാൻ കിട്ടിയപ്പോൾ, ഒരു റമളാനിൽ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ, ഒരു റമളാനിൽ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യന് ഇത്രയും വലിയ പ്രതിഫലം കിട്ടിയെന്ന ചരിത്രം പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നൽകി, ഒരുപാട് റമളാൻ നൽകി. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി കാണണം. റമളാൻ എന്ന് പറഞ്ഞാൽ വെറുതെ നോമ്പും പിടിച്ച് തറാവീഹ് നിസ്കരിച്ച് തീർക്കാനുള്ളതാണ് എന്ന് ഞാനും നിങ്ങളും കരുതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കാനും തറാവീഹ് നിസ്കരിക്കാനും ഉള്ളതു മാത്രമല്ല, ആ റമളാൻ എന്ന് പറയുന്ന മാസത്തിനൊരു ബഹുമാനമുണ്ട്. അല്ലാഹ് ആദരിച്ച മാസം. നിങ്ങൾ ഓരോരുത്തരും ചരിത്രമെടുത്ത് നോക്ക്. അള്ളാഹു ആദരിച്ച മാസമാണ് റമളാൻ എന്ന് പറയുന്ന മാസം. അല്ലാതെ വെറുതെ നിസ്സാരമായി തള്ളിക്കളയേണ്ട മാസമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു റമളാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിച്ചല്ലോ. എങ്ങനെയാണ് പടച്ചവൻ ആദരിച്ചത്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ വഹുദൻ ലിന്നാസ്. അള്ളാഹു റമളാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിച്ചത് എങ്ങനെയെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഇത് പണിതിരിക്കുന്നത് ഖുർആൻ പഠിക്കാരാ, ഇത് ഖുർആൻ പഠിപ്പിക്കാരാ. എങ്കിൽ ഈ ഖുർആൻ ഇറങ്ങിയത് ഏതു മാസത്തിലാടാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ, ആ പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത മാസം വിശുദ്ധ റമളാനാ. 4 കിതാബുകളുണ്ടല്ലോ പടച്ചവനെ, തൗറാത്തും ഇഞ്ചീലും സബൂറും 4 കിതാബുകളുണ്ടല്ലോ. തൗറാത്ത് മൂസാ നബിക്ക് കൊടുത്തത് ഏതു മാസത്തിലാ? 4 ഗ്രന്ഥങ്ങളുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, 4 കിതാബുകൾ, പരിശുദ്ധമായ ഖുർആൻ. ഈ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് അള്ളാഹു ആദം നബിയുടെ കയ്യിൽ കൊടുത്തത് റമളാനിലെ 1-ാമത്തെ ദിവസത്തിലാണ്. റമളാനിലെ 1-ാമത്തെ ദിവസം
ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഞ്ചീൽ കൊടുത്തത് റമളാനിൻ്റെ 13ാമത്തെ ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സബൂർ എന്ന് പറയുന്ന കിതാബ് കൊടുത്തത് 17ാമത്തെ ദിവസം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമളാനിൽ അവസാനത്തെ 10. ഈ 4 ഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കാൻ തീരുമാനിച്ച മാസം റമളാൻ മാസമാ. അതുകൊണ്ട് അള്ളാഹ് ആദരിച്ച മാസമാ റമളാൻ. അള്ളാഹ് ആദരിച്ച മാസമാ. നമുക്കതൊന്നുമില്ല, നമുക്ക് ആ ചിന്തയൊന്നുമില്ല. ആ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉമ്മ റജബ് മാസം കടന്നു വന്നപ്പോൾ വീട് റെഡിയാക്കി. നിനക്ക് ഓർമ്മയുണ്ടോ? ചെറിയ പ്രായത്തിൽ നീ കണ്ടിട്ടുണ്ടല്ലോ. റമളാൻ മാസമല്ല, റജബ് മാസം കടന്നു വന്നപ്പോൾ ഉമ്മ പുല്ലു പറിക്കുക വീടിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവനും, ഉമ്മയും വാപ്പയും. ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തിരുന്ന പാഴ്വസ്തുക്കൾ മുഴുവനും എടുത്ത് കളഞ്ഞു, ചെലന്തി വല അടച്ചു, കട്ടിലിനടിയിലൊക്കെ തൂത്തു, ആവശ്യമില്ലാത്തത് വാരിയിട്ട് കത്തിച്ചു. അപ്പോൾ ഇവള് പോയി ചോദിച്ചു, എന്തേ ഉമ്മ, കല്യാണം വല്ലതും ഉണ്ടോ വീടൊക്കെ ഒരുക്കുന്നത്? അവൾ വിചാരിച്ചു അവളെ കെട്ടിക്കാനാണെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തു, ഇല്ലടി മോളെ, റമളാൻ വരുന്നു, റമളാൻ വരുന്നു. റമളാനിനെ സ്വീകരിക്കാനാണ് ഞാൻ വീടൊരുക്കിയത്. റമളാനിന് 2 ദിവസമുണ്ട്, നീ എന്തൊരുക്കി? നീ ചിന്തിക്കണം. ആ ഉമ്മയുടെ മകളായ നീ നിന്റെ വീടും പരിസരവും പോയിട്ട് നീയെങ്കിലും നേരെയായോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ആദരിച്ച മാസം, അള്ളാഹ് ആദരിച്ചു. നിങ്ങൾ നോക്കൂ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാൻ്റെ റസൂൽ ഈ മാസത്തെ ആദരിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകനും റമളാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അവിടുന്ന് പറയുന്നു, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാനിൻ്റെ അവസാന ദിവസമായി. ശഅബാനിൻ്റെ അവസാന ദിവസം കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ഖദ് അളല്ലക്കും ഷഹുറുൻ അലീമുൻ ഷഹുറുൻ മുബാറക്കുൻ. ഈ വരുന്ന റമളാൻ സാധാരണ മാസമല്ല. ഈ വരുന്ന റമളാൻ സാധാരണ മാസമല്ല, ഇത് വലിയ മഹത്വമുള്ള മാസമാ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെന്ന ചരിത്രം പറയുമ്പോൾ അള്ളാഹുവും ആദരിച്ചു, മുത്തുനബിയും ആദരിച്ചു. അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ആദരിച്ച മാസത്തെ ആദരിക്കൽ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹും അവൻ്റെ പ്രവാചകനും ആദരിച്ച മാസത്തെ നമ്മൾ ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അള്ളാഹും അവൻ്റെ പ്രവാചകനും ആദരിച്ച ഈ മാസത്തെ ആദരിക്കാൻ എല്ലാവർക്കും കഴിയില്ല, എല്ലാവർക്കും ഒരുങ്ങാൻ കഴിയില്ല. പെങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന 100 കണക്കിന് പെണ്ണുങ്ങളിൽ എല്ലാവരും ഒരുങ്ങാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ ചിലര് ഒരുങ്ങിയവരാണ്. കാരണം അവരൊരുങ്ങാനുള്ള കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ല പറഞ്ഞ മറുപടിയാണ്. അള്ളാഹു ആദരിച്ചതിന്, മുത്തുനബി ആദരിച്ചതിന് ഏതെങ്കിലും ഒരു മനുഷ്യന് ആദരിക്കാൻ കഴിയണമെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മ, ഉസ്താദേ റമളാൻ വരികയാണ്, അതുകൊണ്ട് ഞാൻ നേരത്തെ എൻ്റെ വീട് റെഡിയാക്കി, അള്ളാഹുവേ പടച്ചവനെ എൻ്റെ മനസ്സും ശരീരവും ഞാൻ ശുദ്ധമാക്കി റമളാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത ഏതെങ്കിലും ഒരു ഉമ്മ ഈ സദസ്സിലുണ്ടോ? അത് തഖ്വയുള്ളതിന്റെ അടയാളമാ. അത് തഖ്വയുള്ളതിന്റെ അടയാളമാ. ഏതെങ്കിലും ഒരു മനുഷ്യന് റമളാനിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ? റമളാനിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? വമൻ യുഅല്ലിമ ശആയിറല്ലാഹ്, അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കാൻ കഴിയണോ? അത് തഖ്വയുള്ളവർക്ക് കഴിയോ? അത് തഖ്വയുള്ളവർക്ക് കഴിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, എങ്ങനെയാണ് റമളാനിനെ സ്വീകരിക്കേണ്ടതെന്നറിയുമോ? 5 എണ്ണം പറഞ്ഞു തരാ. ഈ 5 കാര്യങ്ങള്, ഈ 5 നന്മകള് റമളാൻ വരുന്നതിന് മുമ്പ് ചെയ്യണേ.
റമളാൻ വരുന്നതിന് മുമ്പ് ഇനി 48 മണിക്കൂറേ നിന്റെ മുന്നിലുള്ളൂ. ഇനി 48 മണിക്കൂറുണ്ട്. ഈ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ 5 കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പരാജയപ്പെടും. അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 5 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. സമയം എന്തായി ഇപ്പോൾ? സമയം 10:45 10:45 ഇല്ലേ? ആയില്ലേ? 11 മണിക്കല്ലേ നിർത്താമെന്ന് പറഞ്ഞ്. എന്താ ചെയ്യുക? 5 കാര്യം പറയാം. നിങ്ങൾ ഇരിക്കുമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്തോ വേണം? പെട്ടെന്ന് പറയാം. എന്തോ വേണം? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. എന്താ ആമീന നിന്റെ മറുപടി? ഒന്ന് കൈപൊക്കിക്ക്. കൈപൊക്ക്. പുറകിലിരിക്കണ താത്താമാർ ആ പൊക്കിയ കൈ ഒന്ന് പോക്കറ്റിട്ടെ. ആ പൊക്കിയ കൈ പോക്കറ്റിട്ട് ബക്കറ്റ് എടുക്ക്. ഇൻഷാ അല്ലാ. എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയോ? സംഘാടകർക്ക് വേണ്ടിയോ? അല്ലാഹ്ക്ക് വേണ്ടിയോ? അല്ല, നിനക്ക് വേണ്ടി. അസ്സദഖത്തു റദ്ദുൽ ബലായ. അസ്സദഖത്തു റദ്ദുൽ ബലായ. സദക്ക വിപത്തുകളെ തട്ടും. ക്യാൻസറിന് മരുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? ഇരി ഉസ്താദ്, ഒരു മിനിറ്റ്. ക്യാൻസറിന് മരുന്നില്ല എന്ന് ആരാ പറഞ്ഞേ? ട്യൂമറിന് മരുന്നില്ല എന്ന് ആരാ പറഞ്ഞേ? അസ്സദഖത്തു റദ്ദുൽ ബലായ. ഇവിടെ നിന്ന് വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ബൈക്കിലൊന്ന് പട്ടി കുറുക്കി ചാടി ബൈക്കിൽ നിന്ന് താഴെ വീണ് കയ്യും കാലും ഒടിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തട്ടിമാറ്റാൻ നീ കൊടുക്കുന്ന ഈ 10 രൂപയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് രോഗത്തിനെ തട്ടിമാറ്റാനും പറ്റും, ഏത് വിപത്തിനെ തട്ടിമാറ്റാനും സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് വരുന്നതിന് മുമ്പേ തട്ടുന്നതല്ലേ നല്ലത്? ക്യാൻസർ വന്നിട്ട് ചികിത്സിച്ച് മാറ്റുന്നതിനേക്കാളും നല്ലത് വരുന്നതിന് മുമ്പേ തടയുന്നതല്ലേ? ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുന്നതിന് മുമ്പേ ആകാശത്ത് വെച്ച് തന്നെ തട്ടിമാറ്റാനാണ് സദക്ക നമുക്കുള്ളത്. അതുകൊണ്ട് ഉസ്താദെ, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയല്ലേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയല്ലേ, അൽഹംദുലില്ലാ ഈ ബിൽഡിംഗ് പണിതതിൻ്റെ കണക്കിന് വേണ്ടിയല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായി കടന്നു വരുന്നു. കൈയിട്ടെടുക്കേണ്ടവർക്കിടാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം. ഞാൻ പറയുന്നു 2 കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ കേൾക്കണം. 1, എടുക്കുന്നത് എത്രയാണെന്ന് ആരും നോക്കരുത്. എടുക്കുന്നത് എത്രയാണെന്ന് ഒരാളും നോക്കണ്ട. നീ കൊടുക്കുന്നത് അല്ലാഹ് മാത്രം അറിഞ്ഞാൽ മതി, നീയും അറിയണ്ട. നോക്കണ്ട എന്ന് പറയാൻ കാരണം, ഇങ്ങനെ നോക്കുമ്പോൾ 2000 ഉണ്ട്, 500 ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്. ആ 10 നിൻ്റെ കൈ കയറത്തുള്ളൂ. അതുകൊണ്ടാണ് നോക്കണ്ടെന്ന് പറഞ്ഞേ. നോക്കിക്കഴിഞ്ഞാൽ ആ 10ൻ്റെ നോട്ടേ നിൻ്റെ കയ്യിൽ കയറി കുരുങ്ങത്തുള്ളൂ. അപ്പം എന്താ? നീ കൊടുത്തത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹ് അറിഞ്ഞാൽ മതി. 2, ഒറ്റ മനുഷ്യൻ ബക്കറ്റിൽ കൈയിടരുത്. ഒരാൾ പോലും ബക്കറ്റിൻ്റെ അകത്ത് കൈയിടരുത്. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ കാണാം 100 രൂപ ഇട്ടിട്ട് 90 തിരിച്ചു വാരും. 10 അല്ലാഹിക്ക്, 90 ഇവന്. ഇതെന്ത് കച്ചവടാപ്പാ? 10 രൂപ അല്ലാഹിക്ക്. എടാ നീ 10 എടുത്തിട്ട് 100, 50, 90 പറ. അത് അന്തസ്സല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരാളും ബക്കറ്റിൻ്റെ അകത്തുനിന്ന് തിരിച്ചു വാരരുത്. അതുകൊണ്ട് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹിനോട് പറയണം, എൻ്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും എനിക്ക് നീ തരരുത്. ഓസിന് കൊടുക്കണ്ട. നീ ഈ ബക്കറ്റിൻ്റെ അകത്തേക്ക് നീ മനസ്സറിഞ്ഞുകൊണ്ട് സ്വർണം ഇടണോ പൈസ ഇടണോ നിങ്ങൾ തീരുമാനിക്ക്. ഇടുന്ന സമയത്ത് നീ പറയണം, അല്ലാഹുവേ, എൻ്റെ വീടും എൻ്റെ പറമ്പും എൻ്റെ സ്വർണവും എൻ്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും എനിക്ക് നീ തരരുത്. ഈ എന്തെങ്കിലും നീ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം എന്ന നല്ല ഒരു നീയത്തോടെ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ടൊരു നല്ല സദക്കയെടുക്ക്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ശൈത്താൻ പറയും കൊടുക്കരുതെന്ന്. ശൈത്താൻ നിൻ്റെ അടുക്ക വന്ന് പറയും കൊടുക്കരുതെന്ന്. 70 ശൈത്താൻ നിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും എടുക്കരുതെന്ന്. ആ 70 എണ്ണത്തിനെ പഠിപ്പിച്ചുകൊണ്ട് സ്വർഗമാണടാ വലുതെന്ന്. ഒരു സദക്കയെടുക്ക്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ഒന്ന് ആരാ പോകുന്ന ബക്കറ്റുമായിട്ട് പോണ ആളാരാ? ഇവിടെ ഒരു മിനിറ്റ്. ബക്കറ്റുമായിട്ട് പോകുന്നവരോട് അല്ലാഹ് പഠിച്ചവനെ, പാവപ്പെട്ട പിള്ളേരുടെ മക്കളെ, സ്പീഡ് വേണ്ട. ഓരോ മനുഷ്യൻ്റെ മുന്നിൽ പോയി നിന്ന് പൈസ വാങ്ങണം.
കാരണം നിനക്ക് വീട് വെക്കാനല്ല. അതുകൊണ്ട് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ബക്കറ്റ് കൊണ്ട് ഓടരുത്, നിന്ന് പൈസ പിടിച്ചിട്ട് പോയാൽ മതി, സമാധാനത്തോടെ പോ. ഇൻഷാ അല്ലാഹ് പോ. അൽഹംദുലില്ലാ പൊക്കോ. അൽഹംദുലില്ലാ. അള്ളാഹു മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല ഭാവി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, റമളാൻ മാസം കടന്നു വരുന്നതിന് മുമ്പ് ഇനിയുള്ള ഈ ചെറിയ സമയത്തിൻ്റെ ഇടയിൽ, ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഇടയിൽ ചെയ്യാറുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒന്ന് റമളാനിന് വേണ്ടി നീ ഒരുങ്ങണേ. പെങ്ങളെ, റമളാനിന് വേണ്ടി ഒരുങ്ങുമോളെ. റമളാനിന് വേണ്ടി നീയും നിന്റെ വീടും നിന്റെ പരിസരവും നീ റെഡിയാക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒന്നാമത് വേണ്ട കാര്യം എന്തെന്നറിയുമോ? പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? ആഗ്രഹം വേണം ചെറുപ്പക്കാരാ. പൈസ ഇടുന്നതിന്റെ തിരക്കില് കേൾക്കാതെ പോകല്ലേ പെങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോളെ, ഒരാഗ്രഹം വേണം. പടച്ചവനെ, റമളാൻ വന്നാൽ പടച്ചവനെ ഒരുപാട് സുന്നത്ത് നമസ്കരിക്കാമല്ലോ, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യാമല്ലോ, ഒരുപാട് ദിക്റുകൾ പറയാമല്ലോ, നോമ്പ് പിടിക്കാൻ പറ്റുമല്ലോ, സദഖ കൊടുക്കാൻ പറ്റുമല്ലോ, ഇഅ്തികാഫിരിക്കാൻ പറ്റുമല്ലോ. പടച്ചവനെ, കഴിഞ്ഞ റമളാനിൽ എനിക്ക് തറാവീഹ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ വർഷം ഒരു തറാവീഹ് പോലും എനിക്ക് മുടക്കരുത്. അവസാനത്തെ 10 ദിവസവും എനിക്ക് ഇഅ്തികാഫിരിക്കണം. പടച്ചവനെ, ഒരു ഖത്തമാണ് കഴിഞ്ഞ റമളാനിൽ ഓതിയത്. ഈ വർഷം എനിക്ക് 2 എണ്ണം ഓതണമല്ലാ. ആഗ്രഹം വേണം ചെറുപ്പക്കാരാ. വാപ്പാ, ആഗ്രഹം വേണം വാപ്പാ. ഈമാനം വഹ്തിസാബാ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു തരികയാ. അല്ലാതെ നിങ്ങൾ കരുതുന്നുണ്ടോ പെങ്ങള്, റമളാൻ വന്നു കഴിഞ്ഞാൽ നോമ്പ് പിടിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? എന്റെ പെങ്ങളോട് ചോദിക്കുകയാ, റമളാനിന്റെ ശഅബാനിന്റെ അവസാന ദിവസത്തില് നിനക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ എങ്ങനെ നോമ്പ് പിടിക്കും പെണ്ണേ? വാപ്പാ, ബാത്റൂമിന്റെ അകത്തുനിന്ന് കാല് തെറ്റിയിട്ട് വീണ എങ്ങനെയാണ് നീ നിസ്കരിക്കുന്നത്? എങ്ങനെയാണ് നീ ഖുർആൻ ഓതുന്നത്? എങ്ങനെയാണ് നീ നോമ്പ് പിടിക്കുന്നത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ആഗ്രഹം വേണം മോനെ, ആഗ്രഹം വേണം മോനെ. എടാ, റമളാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ പടച്ചവനെ ഒരുപാട് നന്മകൾ ചെയ്യാമല്ലോ, ഒരുപാട് നന്മകൾ ചെയ്യാമല്ലോ എന്നാഗ്രഹത്തോടെ വേണം കാത്തിരിക്കാൻ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആഗ്രഹത്തിനനുസരിച്ചാണ് അല്ലാഹു തൗഫീക്ക് കൊടുക്കുന്നത്. ആഗ്രഹത്തിനനുസരിച്ച അള്ളാഹു ഒരു മനുഷ്യന് തൗഫീക്ക് കൊടുക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലർ വിചാരിക്കും ഹജ്ജിന് പോകണം, ചിലർ വിചാരിക്കും ഉംറയ്ക്ക് പോകണം. ഉംറയ്ക്ക് പോകാൻ പൈസ കൊടുത്തു, ടിക്കറ്റ് എടുത്തു, എല്ലാ തുണിയും വാങ്ങിവെച്ചു. ഉംറയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം വീട്ടിൽ ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞു പോയി, കഴിഞ്ഞു. അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയി ബാത്റൂമിൽ തെന്നിയടിച്ച് വീണു, അവിടെ പോയി. മക്കത്ത് പോയിട്ട് കഅബാലയത്ത് പോകാൻ പറ്റാതെ ലോഡ്ജിൽ കയറുമ്പോൾ തലയടിച്ച് വീണിട്ട് കാലൊടിഞ്ഞു പോയ എത്രയോ ഉമ്മമാരുണ്ട്. ഞാൻ പറഞ്ഞത് ആഗ്രഹം വേണം. റമളാൻ വന്നാൽ എനിക്ക് കുറേ നന്മകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ റമളാൻ 30 ദിവസവും ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നിനക്ക് തരും. നീ എന്താണോ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്നതേ കിട്ടൂ. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, എൻ്റെ പെങ്ങളോട് പറയുന്നു, പെങ്ങളെ, റമളാൻ മാസത്തിൽ നിനക്ക് നന്മകൾ ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹ് നിനക്കതിനുള്ള തൗഫീഖ് തരും, ഇല്ലെങ്കിൽ ഇല്ല. വ്യക്തമായി ചരിത്രം ഉൾപ്പെടെ ഞാൻ പറയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താണോ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്നതേ അല്ലാഹ് തരൂ. നീ ആഗ്രഹിക്കുന്നതേ അള്ളാഹു നിനക്ക് തരൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചരിത്രം പറയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വഅലാ ഖദ്രി നിയത്തിൽ അബ്ദി
വറഗബതി യകൂനു തൗഫീകാ. നിന്റെ നീയത്ത് എന്താണോ, നിന്റെ ആഗ്രഹം എന്താണോ, ആഗ്രഹത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു തൗഫീഖ് തരുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചരിത്രം വേണോ? ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഉഹദ് യുദ്ധം വല്ലാത്തൊരു യുദ്ധമായിരുന്നല്ലോ. പഠിക്കാൻ ഒരുപാട് ഗുണപാഠങ്ങൾ പറഞ്ഞു തന്ന, ഒരുപാട് ഗുണപാഠങ്ങൾ പറഞ്ഞു തന്ന യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, പടച്ചവനെ രണ്ട് സ്വഹാബികള്, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു, അദാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും കൂട്ടുകാരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ വരുമല്ലേ, റമളാൻ വരുമ്പോൾ ചെറുപ്പക്കാരൻ പറയുകയാ, 2 ദിവസം കഴിഞ്ഞാൽ റമളാൻ തുടങ്ങും, തറാവീഹൊക്കെ തുടങ്ങും. പഠിച്ചവനെ, ഫർദ് തന്നെ നിസ്കരിക്കുന്നത് വലിയ പാടാ അളിയ. വല്ലുഹ മുതൽ താഴോട്ടടിക്കുന്ന പള്ളി ഏതാ, അവിടെ പോകാം. നമ്മുടെ തീരുമാനം അതാ. ചെറുപ്പക്കാരൻ ചോദിക്കുന്നെന്ത്, എടാ ഈ 10 സൂറത്ത് ഓതുന്ന പള്ളിയുണ്ടല്ലോ, അലംതറ കൈഫ മുതൽ കുൽഹുവല്ല വരെ, പിന്നെയും വീണ്ടും ഇങ്ങനെ ഓതുന്ന പള്ളി ഇവിടെ എവിടാ ഉള്ളത്? കല്ലൂരാവിയിലെ ഏത് പള്ളിയിലാ തറാവീഹ് നേരത്തെ തീരുന്നത്? അവിടെ പോകാം. നമുക്ക് തീരുമാനിച്ചു വെച്ചിരിക്കല്ലേ. പടച്ചവനെ, ഈ റമളാനി ഭയങ്കര ചൂടായിരിക്കും. പള്ളിയൊക്കെ AC വെക്കണം, റൂമിന് വെളിയിൽ ഇറങ്ങരുത്. നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പെണ്ണിങ്ങനെ കൂട്ടുക, ഈ പ്രാവശ്യം മെൻസസ് ആയത് 3-ാം തീയതി, അപ്പോൾ അടുത്ത മാസം അൽഹംദുലില്ലാ പകുതി ആകുമ്പോഴത്തേക്ക് ആകും. പിന്നെ പേടിക്കണ്ട, റമളാൻ അവസാനമല്ലേ ഉള്ളൂ, നീ ഉറപ്പിച്ച് വെച്ചോ. ഈ അടുത്തൊരു പെണ്ണ് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ റമളാനിൽ 30 നോമ്പും പിടിക്കണം, റമളാനിൽ 30 നോമ്പും പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഉംറയ്ക്ക് പോകുന്ന സമയത്ത് ഗുളിക കഴിക്കുന്നത് പോലെ കഴിക്കാൻ പറ്റുമെന്ന്. ഞാനും അതുവരെ എൻ്റെ മസല നോക്കിയിട്ടില്ല. നരച്ചേക്ക ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞ മറുപടി, അള്ളാഹു അല്ലേ പറഞ്ഞത് വേണ്ടാന്ന്, പിന്നെ നിനക്കെന്താ ഇത്ര ആവശ്യം? പെണ്ണുങ്ങളോട് പറഞ്ഞത് അങ്ങനൊന്നും പിടിക്കാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനൊന്നും പിടിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ലല്ലോ. ഈമാൻ കൂടിപ്പോയാൽ ചിലത് അങ്ങനെ തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പലത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഗുളി കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ച് നീ എന്തേ ആലോചിക്കാത്തത്? അള്ളാഹു സഹോദരിമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ചരിത്രം രണ്ടും നീ നോക്ക്. 2 സഹാബത്തിൻ്റെ ചരിത്രമാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ 2 പേരും ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകാൻ തയ്യാറാവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ കൂട്ടുകാരനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിൽ രാത്രി വന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകണം, വാ. കൂട്ടുകാരനെ വിളിച്ചു, വാ, ഒരാവശ്യമുണ്ട്, വാ. ഗാനമേളയ്ക്ക് പോകാനോ ക്രിക്കറ്റ് കളി കാണാനോ ഒന്നുമല്ല. അവിടെ നിന്ന് പാതിരാത്രി വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, 2 പേരും കൂടെ ഒരു സ്ഥലത്ത് ചെന്ന് ഉളുവെടുത്തു. 2 പേരും ഉളുവെടുത്തു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു 2 പേരും കൂടെ ഉളുവെടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയി 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞിട്ട് 2 പേരും പറഞ്ഞു, നാളെ രാവിലെ യുദ്ധത്തിന് വേണ്ടി പോകുകയാ, നാളെ രാവിലെ ഉഹദിൻ്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് പോകുകയാ. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും വേണ്ടത് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമുക്ക് 2 പേർക്കും എന്താണോ വേണ്ടത് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അതാണ് കൂട്ടുകാര്. 2 പേരും പറഞ്ഞു, നിനക്ക് എന്താണോ വേണ്ടത് നീ ദുആ ചെയ്, ഞാൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. ഞാൻ ദുആ ചെയ്യും, നീയും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആദ്യം ദുആ ചെയ്തു. പാതിരാത്രി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്, യാ റബ്ബി ഇദാ ലഖീതുൽ അദുവ ഫലഖ്നി റജുലൻ ശദീദാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി പടച്ചവനോട് തന്റെ കൂട്ടുകാരനെ പിടിച്ചിരുത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ഞാൻ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. പടച്ച റബ്ബേ,
എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ പടച്ചവനെ, നല്ല ആയുധമുള്ള ഒരു ശത്രുവിനെ എനിക്ക് എതിരിടാ തരണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്, പടച്ചവനെ, എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും പടച്ചവനെ കഴിവുള്ള ഒരു ശത്രുവിനെ നീ എനിക്ക് തരണേ തമ്പുരാനെ. എനിക്കവനുമായി യുദ്ധം ചെയ്യണം, എനിക്കവനുമായി ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യണം, എനിക്കവനെ വധിക്കണമല്ലാ. ഇസ്ലാമിന്റെ ഒരു ശത്രുവിനെയെങ്കിലും എനിക്ക് വധിച്ചിട്ട് എനിക്കെന്റെ വീട്ടിലേക്ക് മടങ്ങി വരാൻ ഭാഗ്യം തരണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറയുകയാ. എന്താണ് ദുആ ചെയ്തത്? പടച്ചവനെ, ആരോഗ്യവാനായ, ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു നല്ല ശത്രുവിനെ നീ എനിക്ക് തരണം തമ്പുരാനെ. എനിക്കവനെ പരാജയപ്പെടുത്തണം പടച്ചവര്. എനിക്ക് തിരിച്ചെന്റെ വീട്ടിലേക്ക് മടങ്ങി വരാൻ ഭാഗ്യം തരണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. അവിടുന്ന് ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ആമീൻ പറയണേ. എന്തേ ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുമ്മ ർസുഖ്നി റജുലൻ ശദീദൻ ഹർദുഹു ശദീദൻ ബസുഹു ഉഖാതിലുഹു. അല്ലാ, എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ ഒരു കഠിന ഹൃദയമുള്ള ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ, ഹൃദയത്തിൽ കാരുണ്യമില്ലാത്ത ഒരു ഏറ്റവും വലിയ ശത്രു, എന്നെക്കാളും കഴിവുള്ള, എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. അവനെന്റെ കൈ വെട്ടി മുറിക്കണേ അല്ലാ. അവനെന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ. അവനെന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി ഉഹദിന്റെ രണാങ്കണത്തിലിട്ട് വെട്ടിമുറിക്കണം പടച്ചവരെ. എന്നിട്ട് അവസാനം എന്റെ മൂക്കവം മുറിച്ചെടുക്കണേ അല്ലാ, എന്റെ ചെവി മുറിച്ചെടുക്കണേ അല്ലാ. എനിക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്ന് ഷഹീദാകണമല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ഇത് എന്തൊരു ദുആയാ അല്ലാഹ്, ഇതെന്തൊരു ദുആയാ അല്ലാഹ്, ഒരു വല്ലാത്ത ദുആയാ. അവിടുന്ന് ദുആ ചെയ്തത് വല്ലാത്ത ഒരു ദുആയാ. കാരുണ്യമില്ലാത്ത ഒരു ശത്രു, അവൻ എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണം, എന്റെ മൂക്കും ചെവിയും അവൻ മുറിച്ചെടുത്തിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ കെട്ടിത്തൂക്കണമല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാ. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആമീൻ പറയുകയാണ്, അവിടുന്ന് ആമീൻ പറയുകയാണ്. പടച്ചവനെ, സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടുന്ന് പറയുന്നു, യാ ബുനയ്യ കാനത്ത് ദഅവതു അബ്ദില്ലാഹി ഇബ്നു ജഹ്ശിൻ ഖൈറാ മിൻ ദഅവതി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നു മകനോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്നുപോയി, ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്നുപോയി. യുദ്ധം തുടങ്ങി. ഞാൻ ദുആ ചെയ്തതുപോലെ ഒരു നല്ല ശത്രുവിനെയാണ് അല്ലാഹു എനിക്ക് നൽകിയത്. എന്നെക്കാളും ആരോഗ്യമുള്ളവനാണ്, എന്നെക്കാളും ആയുധം ഉപയോഗിക്കാൻ അറിയുന്നവനാണ്. ഞാൻ അവനുമായി യുദ്ധം ചെയ്തു. അവസാനം ഞാൻ അവനെ കൊന്നു, ഞാൻ അവനെ പരാജയപ്പെടുത്തി. ഉഹദിന്റെ രണാങ്കണത്തിൽ ഞാൻ ദുആ ചെയ്തതുപോലെ ശത്രുവിനെ കൊല്ലാൻ എനിക്ക് അല്ലാഹു അവസരം നൽകി.
പടച്ചവനെ മഹാനവറുകൾ പറയുകയാ, അവസാനം അസറിന്റെ സമയമായി, ഉഹദിന്റെ രണാങ്കണത്തില് അസറിന്റെ സമയമായി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാ. എന്തിനാ ഓടുന്നതെന്നറിയോ? എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു, എന്റെ കൂട്ടുകാരന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടി നടക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ കാണാ, തന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചു എന്നറിയാ. പടച്ചവരേ, ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കൈമുറിച്ചിട്ടുണ്ടുമ്മ, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടിരിക്കുകയാ. അല്ലാഹുവേ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മൂക്കും ചെവിയും മുറിച്ചിട്ടിങ്ങനെ നൂലില് കെട്ടിയിട്ടിരിക്കുകയാ. അല്ലാഹുവേ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ മൂക്ക് മുറിച്ചു മാറ്റി, ചെവി മുറിച്ചു മാറ്റി, ഒരു നൂലിലിങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. കയ്യും കാലുമില്ലാതെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടിട്ടുണ്ട്. അവസാനത്തെ ജീവനുണ്ട്, അവസാനത്തെ ജീവനുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അടുത്ത് ചെന്നപ്പോ, സഅദേ, അല്ലാഹു എൻ്റെ ദുആ സ്വീകരിച്ചല്ലോ, അല്ലാഹു എൻ്റെ ദുആ സ്വീകരിച്ചല്ലോ, എൻ്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തന്നല്ലോ. നാളെ അല്ലാഹുടെ മുന്നിൽ പോകുമ്പോ അല്ലാഹു ചോദിക്കുന്നു, ജഹ്ശേ, നിന്റെ മൂക്കെവിടെ, നിന്റെ ചെവിയെവിടെ, നിന്റെ കൈകാലെവിടെ? അല്ലാ, നിന്റെ ദീനിനു വേണ്ടി കൊടുത്തെന്ന് എനിക്ക് പറയാ കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഷഹീദായെന്ന് ചരിത്രം പറയുമ്പോ, ഈ ചരിത്രം പറഞ്ഞത് എന്തിനെന്നറിയോ? രണ്ടുപേരുടെയും ആഗ്രഹം നോക്ക്, രണ്ടുപേരുടെയും ആഗ്രഹം നോക്ക്. അവരുടെ ആഗ്രഹം പോലെ അല്ലാഹു അവർക്ക് തൗഫീക്ക് കൊടുത്തല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, റമളാൻ വരുമ്പോ എങ്ങനെ സ്വീകരിക്കണമെന്ന് നീ തീരുമാനിക്കടാ. 30 ദിവസവും നോമ്പ് പിടിക്കണം, ഒരു തറാവീഹ് പോലും എനിക്ക് മുടക്കരുത്. എല്ലാ വർഷത്തിനേക്കാൾ എനിക്ക് കഴിഞ്ഞ റമളാനിൽ ഖത്തമോദാൻ കഴിഞ്ഞില്ല. എനിക്ക് കഴിഞ്ഞ റമളാനിലെ പിഴവ് ഈ റമളാനിൽ എനിക്ക് തീർക്കണം. എനിക്കൊരുപാട് നന്മ ചെയ്യണം, എനിക്കൊരുപാട് നന്മ ചെയ്യണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അല്ലാഹു നിനക്കതിനുള്ള തൗഫീക്ക് തരും. ചെറുപ്പക്കാരാ, പെങ്ങളെ, നീയത്ത് ചെയ്യുമോള് ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കൂ, ഒരുപാട് സൽക്കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിക്കൂ. എങ്കിൽ ചെയ്യാറുള്ള ഭാഗ്യം അല്ലാഹു തരും. ഇല്ലെങ്കിൽ വെറുതെ നോമ്പും തറാവീഹിൽ മാത്രം ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് സഹോദരാ, വേണ്ടത് ആഗ്രഹമാ, വേണ്ടത് അഭിലാഷമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഞാനും നിങ്ങളും പാഴാക്കുന്ന ഒരു ദിവസം വരാ പോവുകയാ. നമ്മൾ പരിഗണിക്കാത്ത ഒരു ദിവസം വരികയാ. ഏതാ ദിവസം എന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഫൈദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ നളറ അല്ലാഹു തആല ഇലൈഹിം വമൻ നളറ അല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. ഒരൊറ്റ പ്രതിഫലം പറഞ്ഞ് ഞാൻ നിർത്തുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാനിൽ 30 ദിവസമുണ്ട്. ഈ 30 ദിവസത്തിൽ ലൈലത്തുൽ ഖദറല്ലേ ഏറ്റവും മഹത്വമുള്ള ദിവസം? ആണോ? റമളാനിലെ ഏറ്റവും മഹത്വമുള്ള ദിവസം ഏതാ?
ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദർ എന്നാ അറിയൂ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ഖുർആൻ പറഞ്ഞു. ഈ ലൈലത്തുൽ ഖദർ എന്നാ പറ. വെടികൊണ്ടതുപോലെ ഇരിക്കണം. ലൈലത്തുൽ ഖദർ എന്നാ മനുഷ്യ? 27-ാം രാവിനില്ലേ? 27-ാം രാവിന്. ആരാ പറഞ്ഞ 27-ാം രാവിനാണെന്ന്? അള്ളാഹിക്ക് എന്നെ നിന്നെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹ് അത് മറച്ചു വെച്ചേ. 27-ാം രാവിൻ്റെ അന്ന് പള്ളിക്കകത്ത് കയറിയ മാസങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെന്നുള്ള നിന്റെ ഈ ധാരണയുണ്ടല്ലോ, അത് നല്ല ധാരണയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ അവസാനത്തെ 10 ഏതോ ഒറ്റയായിട്ടുള്ള ദിവസത്തിലെ ഏതോ ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ. 27-ാം രാവിലെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അന്നാണെന്നല്ല. ഞാൻ പറഞ്ഞത് ലൈലത്തുൽ ഖദറാണ് ഏറ്റവും മഹത്വമുള്ള ദിവസം. ആ ദിവസം ഏതാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, റമദാനിലെ മഹത്വമുള്ള ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം. റമദാനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു ദിവസം റമദാനിൻ്റെ 1-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന തിങ്കളോ ചൊവ്വയോ റമദാൻ നാളെയാണെന്ന് അറിയുന്ന ദിവസം, ഫസ്റ്റ് തറാവീഹ് നിസ്കരിക്കുന്ന ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളന്നൊക്കെ എല്ലാവരും തിരക്കില്ല. ചിലർ ടി വിയുടെ ഫ്രണ്ടിലിരിക്കുക, വാർത്തയ്ക്കകത്ത് കാണിക്കുന്നുണ്ടോ റമദാൻ 1 ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ നമ്മളിങ്ങനെ ഇരിക്കുക? എങ്കിൽ ഈ ഇരിക്കണ എല്ലാവരോടും ഞാൻ പറയുന്നു, റമദാനിൻ്റെ 1-ാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം വേറെ ഒരു ദിവസവും കിട്ടൂല. റമദാനിൻ്റെ 1-ാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം വേറെ ഒരു ദിവസവും കിട്ടൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, റമദാൻ ആണെന്നറിയേണ്ടത് ടി വിയുടെ മുന്നിലിരുന്നല്ല, വണ്ടിക്കകത്തിരുന്നല്ല, മാർക്കറ്റിലിരുന്നല്ല, കടത്തിണ്ണയിലിരുന്നല്ല, റോഡിലിരുന്നല്ല, നിസ്കാരപ്പായിലിരുന്നിട്ടറിയണം നാളെ റമദാന. ഞാൻ പറയുന്നു, നിങ്ങൾ തിങ്കളാഴ്ചയോ മഗ്രിബ് നമസ്കാരം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചൊവ്വാഴ്ച മഗ്രിബ് നമസ്കാരം കഴിയുമ്പോൾ ആവശ്യമെല്ലാം കഴിഞ്ഞാൽ ഒളുവെടുത്തിട്ട് വന്ന് നിസ്കാരപ്പായിലിരിക്കണം. ദിക്റ് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് അങ്ങനെ ഇരിക്കണം. ആ സമയത്താണ് അറിയുന്നത് നാളെ റമദാന. അറിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ സുജൂദിൽ വീഴണം. പ്രതിഫലം എന്താണെന്നറിയോ? വേഴ്സിന് വെറുതെയല്ല, ഉമ്മ ടി വിയുടെ ഫ്രണ്ടിലല്ല, നാളെ റമദാനാണെന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് നീ കേൾക്കേണ്ടത് അടുക്കളയിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ല, മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, പാത്രം കഴുകുമ്പോഴല്ല, നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നീ കേൾക്കണം. കേട്ട ഉടനെ സുജൂദിൽ വീഴണം, സന്തോഷം കൊണ്ട്, ശുക്ർ കൊണ്ട്. എന്തേ പ്രതിഫലം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ പ്രതിഫലമല്ല, തറാവീഹിന്റെ പ്രതിഫലമല്ല, ഈ 2 മാസക്കാലം നീ കാത്തിരുന്ന റമളാൻ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചാൽ, റമളാൻ വന്നല്ലോ സന്തോഷം കാരണം നീ സുജൂദിൽ വീണാ, അല്ലാഹു ആകാശത്തിരുന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആകാശത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കുകയാ. ആരൊക്കെയാണ് സന്തോഷിക്കുന്നത്? ആരൊക്കെയാണ് ശുക്ർ ചെയ്യുന്നത്? ആരൊക്കെയാണ് നന്ദി കാണിക്കുന്നത്? അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ. ആ നോട്ടമെങ്ങാണം നിനക്ക് കിട്ടിയാൽ പെങ്ങളെ, അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുമ്പോ ആ നോട്ടമെങ്ങാണം നിനക്ക് കിട്ടിയാ, ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും നീ പേടിക്കണ്ട. ചെറുപ്പക്കാരാ, സുജൂദിൽ വീഴണമടാ, ശുക്രിന്റെ സുജൂദ് ചെയ്യണമടാ. ചെയ്താ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു നിന്നെ നോക്കിക്കഴിഞ്ഞാ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല, അല്ലാഹു നിന്നെ നരകത്തിലിടൂല, അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കില്ല, അല്ലാഹു നിന്നെ വേദനിപ്പിക്കൂല, അല്ലാഹു നിന്നെ വിഷമിപ്പിക്കൂല. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബിയാ പറഞ്ഞത്, റസൂൽ
റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കടകള് കേറിയിറങ്ങല്ലേ, മൊബൈലിൽ കുത്തി സമയം കളയല്ലേ. എല്ലാവരും പടച്ചവനെ മഗ്‌രിബ് കഴിഞ്ഞ് ഇശാഇന്റെ ബാങ്കിനോടടുത്ത് വരുന്ന സമയത്ത് കാത്തിരിക്കണം. പടച്ചവര് എവിടെ നിന്നെങ്കിലും റമളാനാണോ എന്ന് പറയുന്നുണ്ടോ? അല്ലാഹുവേ, ഭർത്താവും മക്കളും എല്ലാവരും കൂടെ മുസല്ലയിൽ ഇരിക്കുകയാ. അപ്പോഴാണ് കല്ലൂരാവിയിലെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ, നാളെ റമളാനാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എനിക്ക് ഭാഗ്യം തന്നല്ലോ, എനിക്ക് അവസരം തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദിൽ വീട്. പെങ്ങള് സുജൂദ് ചെയ്യടാ ചെറുപ്പക്കാരാ. പിന്നെ ഒരിക്കലും അല്ലാഹ് നിന്നെ കൈവിടൂല. ഒരിക്കലും അല്ലാഹ് നിന്നെ അദാബ് കൊണ്ട് നിന്നെ നരകത്തിലിട്ട് കരിക്കൂല. രക്ഷപ്പെടും മോനെ. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് നിനക്കറിയില്ലല്ലോ, എങ്കിൽ റമളാൻ എന്നാണെന്ന് നിനക്കറിയാമല്ലോ. എന്നാണ് റമളാൻ ഒന്നെന്ന് നിനക്കറിയാ. അതുകൊണ്ട് പാഴാക്കണ്ടവർക്ക് പാഴാക്കാ, പാഴാക്കണ്ടവർക്ക് പാഴാക്കാ, നന്ദി കാണിക്കണ്ടവർക്ക് നന്ദി കാണിക്കാ, രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപ്പെടാ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് പ്രഭാഷണം നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടോ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടോ. ഒരേ ഒരു നന്മ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമാണല്ലോ, എല്ലാവർക്കും വല്ലാത്ത വാശിയാണല്ലോ, ആണിനും പെണ്ണിനും വല്ലാത്ത വാശിയാണല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ പറയുന്ന ഒരു നന്മ ചെയ്യാൻ പറ്റുമോ? നാളെ രാവിലെ മുതല് ഒരു നന്മ നിനക്ക് ചെയ്യാൻ പറ്റുമോ? എടാ, ധൈര്യമുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മോനെ, വാശി കൂടുമ്പോ വാളെടുത്ത് വെട്ടാനൊരുങ്ങുന്ന യുവത്വമേ, കൊലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവര്, ജൈവിളിക്കാൻ ഓടി നടക്കുന്നവര്, എടാ, എവിടെയാ നിന്റെ ചങ്കൂറ്റം കാണിക്കേണ്ടതെന്നറിയുമോ? എവിടെയാണ് നിന്റെ വാശി കാണിക്കേണ്ടതെന്നറിയുമോ? അടുത്തവന്റെ അടിവയറ്റില് കത്തി കയറ്റിയിട്ടല്ല, വെട്ടി നുറുക്കിയിട്ടല്ല, ചീത്ത വിളിച്ചിട്ടല്ല, ഓഫീസ് തകർത്തിട്ടല്ല, ഉമ്മത്തിന് പേരുദോഷം കേൾപ്പിച്ചിട്ടല്ല. മോനെ, വാശി കാണിക്കാൻ കഴിയുമെങ്കിൽ ഈ പറയുന്ന ഒരു നന്മ ചെയ്യടാ. ചെയ്താൽ അല്ലാഹ് തരുന്ന പ്രതിഫലം കേൾക്കണോ? ചെയ്താൽ അല്ലാഹ് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഈ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്താൽ, ഈ പറയുന്ന ഒരു നല്ല കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് 2 പ്രതിഫലം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തായാലും നമ്മളെല്ലാവരും 5 നേരം നിസ്കരിക്കൂലേ? നിസ്കരിക്കുമോ? ഇല്ലേ? നിസ്കരിക്കും. റമളാൻ 30 ദിവസവും നിസ്കരിക്കത്തില്ലേ? ഏത് വക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും റമളാനിൻ്റെ 30 ദിവസവും ഞാൻ നിങ്ങൾ നിസ്കരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിലും ഞാൻ പറയുന്നു, നാളെ മുതൽ എണ്ണിക്കോ. നാളെ സുബഹി മുതൽ 40 ദിവസം, നാളെ രാവിലെ മുതൽ, നാളെ സുബഹി മുതൽ എണ്ണിക്കോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 40 ദിവസം റമളാനിൻ്റെ 30ഉം നാളെ മുതൽ 43, ബാക്കി റമളാൻ കഴിഞ്ഞ് 40 ദിവസം നിങ്ങൾ എണ്ണ്. 40 ദിവസം അവ്വല് തക്ബീറോടുകൂടി 5 വഖത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അവ്വല് തക്ബീർ, പള്ളിയിൽ ഇമാമ ഇക്കാമത്ത് കൊടുത്തിട്ട് കൈ കെട്ടുമ്പോൾ നീ പുറകിലുണ്ടാകണം. അല്ലാഹു അക്ബർ. ആമിന, നിനക്ക് ജമാഅത്ത് ഇല്ലാത്തത് കൊണ്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച ഉടനെ നീ നിസ്കരിക്കണം 5 വഖത്തും. നീ എപ്പോഴാണ് നിസ്കരിക്കണേ? നിനക്ക് തോന്നുമ്പോൾ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത്ത. അല്ല സമയം വെച്ചിരിക്കണത് പിന്നെ എന്തിനാ? നീ മീനും വെട്ടി പച്ചക്കറി വരിഞ്ഞ് ചോറും കറിയും വെച്ച് കുളിച്ചൊരുങ്ങി 4 മണിയോടടുക്കുമ്പോൾ നീ പോയിട്ട് 4 റക്അത്ത് നിസ്കരിക്കും. ലോഹർ. അതേത് മദ്ഹബാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് തോന്നുമ്പോഴല്ല നിസ്കരിക്കേണ്ടത്. ആണുങ്ങളോട് പറയുന്നു, എടാ, നട്ടല്ലുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ
ചങ്കൂറ്റമുണ്ടെങ്കിൽ 40 വഖത്ത് 40 ദിവസം, റമളാൻ ഉൾപ്പെടെ നാളെ രാവിലെ മുതൽ 40 ദിവസം 5 വഖത്തും അവ്വല് തക്ബീറോടുകൂടി ഇമാമിൻ്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച് കാണിക്കും. നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ 40 ദിവസം ബാങ്ക് വിളിച്ച ഉടനെ നീ 40 ദിവസം ഒരു വഖത്ത് പോലും മുടങ്ങാതെ നീ നിസ്കരിച്ച് കാണിക്ക്. അള്ള തരുന്ന പ്രതിഫലം അത് പെണ്ണുങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗൗരവത്തിൽ ഞാൻ പറയാത്തത്. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അള്ള തരുന്ന 2 പ്രതിഫലം ഞാൻ പറയാം. 2 പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തി അവിടെന്ന് പറയുന്നു ഫീ ജമാഅത്തിൻ ബുദിരിക തക്ബീറത്തൽ ഊല കതബലഹു ബറാഅത്താനി ബറാഅത്തും മിനന്നാർ വ ബറാഅത്തും മിനൻ നിഫാഖ്. 40 ദിവസം ആരെങ്കിലും 5 വഖത്ത് ഫർള് നമസ്കാരം ഇമാമിനോടൊപ്പം അവ്വല് തക്ബീർ കൈകെട്ടിയാൽ അള്ള തരുന്ന 2 പ്രതിഫലം. 1, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കല്ലാഹു ഈമാനുള്ള മരണം തരും. 1, 40 ദിവസത്തെ കഷ്ടപ്പാട്, 40 ദിവസത്തെ പരിശ്രമം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അവിടെന്ന് പറയുന്നു കതബത്തുലഹു ബറാഅത്തും മിനന്നാർ വ ബറാഅത്തും മിനൻ നിഫാഖ്. 40 ദിവസത്തെ കഷ്ടപ്പാടാ ചെറുപ്പക്കാരാ. എന്തായാലും റമളാൻ 30 ദിവസമുണ്ട്. പിന്നെ പടച്ചവനെ നാളെ മുതൽ തുടങ്ങിയ റമളാനിന് മുമ്പ് 3 ദിവസം, റമളാൻ കഴിഞ്ഞാൽ പടച്ചവനെ 7 ദിവസം, ഇങ്ങനെ പടച്ചവനെ 10 നോമ്പ് തീരുന്നത് വരെ, ഇല്ലെങ്കിൽ റമളാൻ 1 മുതൽ റമളാൻ കഴിഞ്ഞ് 10 നോമ്പ് പിടിക്കുന്ന 10ാമത്തെ ദിവസം വരെ, ഇങ്ങനെ 40 ദിവസം അവ്വല് തക്ബീറോടുകൂടി നിനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞ പൊന്നുമോനെ, നിന്റെ മരണസമയത്ത് നിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയാമടാ ചെറുപ്പക്കാരാ. പൈസ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, ജീവിതകാലം മുഴുവനും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് കഴിയുമെങ്കിൽ ഒരു 40 ദിവസമൊന്ന് പരിശ്രമിക്കടാ. നിന്നെ കൊണ്ട് പറ്റിയ മരിക്കുന്ന സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, വബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്. നരകത്തിൽ അല്ലാഹു നിന്നെ ഇടൂല. നരകം നിനക്ക് ഹറാമാ, നരകം നിനക്ക് ഹറാമാ. അതുകൊണ്ട് പെങ്ങള് ഒന്ന് പരിശ്രമിക്കുമോള്, ഒന്ന് കഷ്ടപ്പെടുമോ. ബാങ്ക് വിളിച്ചാൽ അടുത്ത സമയത്ത് തന്നെ നിസ്കരിക്കാൻ പരിശ്രമിക്കൂ. മെൻസസിന്റെ സമയമായ അത് കഴിഞ്ഞ് ശുദ്ധിയായത് മുതൽ വാക്കി തുടങ്ങ പെങ്ങള്. അങ്ങനെ നിനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മരിക്കുമ്പോ നിനക്ക് ഷഹാദത്ത് കലിമ പറയാ. നരകം നിനക്ക് പ്രവേശനമില്ല, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, അതിന് ഭാഗ്യമ തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും 40 ദിവസം ഇതുപോലെ നിസ്കരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ